അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമ്മാവ വന്നിരിക്കണോ. ഹണി റോസ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയി. നമ്മളെ മൈൻഡ് ചെയ്യണേ ചേച്ചി. എന്തോ ചെയ്യുമെന്ന് പറ. നാറികൾ ഈ ഹൈദരാബാദിൽ ഇവറ്റകൾ സ്വയം തരില്ലെന്ന് വെച്ചാൽ. ഹണി റോസ് ഷാർജയിലെത്തിയ ആ ഉദ്ഘാടന ചടങ്ങിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഹണി റോസ് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകുക ഹണി റോസിനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ്. പക്ഷെ അവരെല്ലാം ബോച്ചയുടെ ആരാധകരായിരുന്നു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളടക്കം ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് ആണ് ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? ബോച്ചയെ അനുകൂലിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ സംസാരിക്കാനുണ്ടായിരുന്നത് രാഹുൽ ഈശ്വർ മാത്രമായിരുന്നു. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. രാഹുൽ ഈശ്വറിന് സത്യത്തിൽ ആ ഒരു സംഭവത്തോടെ വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീയാളൊരു മഹാനായി മാറി. അതെ, ഇനി അങ്ങോട്ട് ഹണി റോസിന് കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല, സുഖകരമായിരിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് പ്രവാസ ലോകവും നൽകുന്നത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞേക്കാം.